In this video, we will discuss about some loader features that are not directly related to machine architecture and design. Loading and linking are often thought of as operating system service functions, and these are the two machine independent loader features we are planning to discuss. One is automatic library search and second one is loader options. Automatic library search for handling external references allows programmers to use standard routines without explicitly including them in the program to be loaded. The routines are automatically retrieved from a library as they are needed during linking. Loader options, the common options that can be selected at the time of loading and linking. First, we can discuss automatic library search in detail. Normally, there will be some standard library system that contain a number of routines or subroutines. They are commonly used. So, standard system library, we will call that as standard system library or subprogram library. Automatic library search or automatic library call, the programmer in the case of automatic library search, the programmer does not need to take any action beyond mention in the subroutine names as external references. Linking loaders that support automatic library search must keep track of external symbols that are referred to but not defined in the primary input to the loader. Automatic library search in the case, നമുക്ക് പറഞ്ഞു എന്ന് വെച്ച് പ്രോഗ്രാമിനകത്ത് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിനകത്ത് നമുക്ക് ചില കോമൺ റൂട്ടീൻസിനെ കോൾ ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഡെഫിനിഷനൊന്നും നമ്മൾ അതിനകത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഒബ്ജക്റ്റ് പ്രോഗ്രാം ലോഡറിന് കൊടുക്കുന്ന ഇൻപുട്ട് ഫയൽസിനകത്ത് ആ റൂട്ടീൻ്റെ ഡെഫിനിഷനൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ എന്ത് ചെയ്യാം, അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ലോഡർ ഓട്ടോമാറ്റിക്കലി ആ റൂട്ടീൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ സിമ്പിൾസ് റൂട്ടീൻ കോൾ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ ആ റൂട്ടീൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഗ്രാം സ്റ്റാൻഡേർഡ് ലൈബ്രറിക്കകത്ത് നിന്ന് എടുത്തിട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കും. അതാണ് ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ വേണമെന്നുള്ളതാണ്. നോർമലി ലിങ്കിങ് ലോഡേഴ്സ് ദാറ്റ് സപ്പോർട്ട് ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച് വിൽ ഡു എൻ്റർ ദി സിമ്പിൾസ് ഫ്രം ഈച്ച് റെഫർ റെക്കോർഡ് ഇൻ ടു ES ടാബ്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ഫയൽസിനകത്ത് കുറേ റെഫർ ഉണ്ടായിരിക്കും, എക്സ്റ്റേണൽ റെഫറൻസിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ റെഫർ റെക്കോർഡിനകത്തുള്ള ഓരോ സിമ്പിൾസിനെയും എന്ത് ചെയ്യും, ES ടാബ് എക്സ്റ്റേണൽ സിമ്പിൾ ടാബിനകത്തോട്ട് എൻ്റർ ചെയ്യും. വെൻ ദി ഡെഫിനിഷൻ ഈസ് എൻകൗണ്ടേർഡ്, ദറ്റ് ഈസ് വെൻ ദി ഡിഫൈൻ റെക്കോർഡ് ഈസ് ദർ, ദെൻ ദി അഡ്രസ് ഈസ് അസൈൻഡ്. അപ്പോൾ വേറെ മൊഡ്യൂളിനകത്ത് അതിൻ്റെ ഡെഫിനിഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഡെഫിനിഷൻ കാണുമ്പോൾ എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് അഡ്രസ്സ് ES ടാബിനകത്തോട്ട് എൻ്റർ ചെയ്ത് കൊടുത്തോളൂ. At the end of pass 1, the symbols in the ES tab that remain undefined represent unresolved external references. അപ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്. പാസ് 1 കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ലോഡറിന് നമ്മൾ കൊടുത്ത ഇൻപുട്ട് ഒബ്ജക്റ്റ് ഫയൽസ് ഉണ്ടായിരിക്കുമല്ലോ, ഒറ്റ ഫയലൊന്നും ആയിരിക്കില്ല, മൾട്ടിപ്പിൾ ഫയൽസ് ഉണ്ടാവാം. അപ്പം ഈ പാസ് 1ൻ്റെ എൻഡ് ആകുമ്പോഴേക്കും എന്ത് ചെയ്യും, നോർമൽ കേസിൽ എല്ലാ സിമ്പിൾസും എക്സ്റ്റേണൽ റെഫറൻസും റിസോൾവ്ഡ് ആയിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ഈ ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച് സപ്പോർട്ട് ചെയ്യുന്ന കേസിലാണെങ്കിൽ ദർ വിൽ ബി സം സിമ്പിൾസ് അൺറിസോൾവ്ഡ്. അപ്പോൾ ഈ സിസ്റ്റം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോഡർ സെർച്ചസ് ദി സ്റ്റാൻഡേർഡ് ലൈബ്രറി. ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സിസ്റ്റം എന്ത് ചെയ്യും, സ്റ്റാൻഡേർഡ് ലൈബ്രറി ഉണ്ട്, നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു സ്റ്റാൻഡേർഡ് സിസ്റ്റം ലൈബ്രറി ഉണ്ടായിരിക്കും ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് കറസ്പോണ്ടിങ് ആയിട്ടൊക്കെ. അപ്പോൾ സ്റ്റാൻഡേർഡ് സിസ്റ്റം ലൈബ്രറിക്കകത്ത് എന്ത് ചെയ്യും, സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്തിട്ട് അതിനകത്ത് അതിൻ്റെ ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ അത് ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് അതിൻ്റെ അഡ്രസ്സൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തോളും. അപ്പോൾ അതാണ് ലോഡർ സെർച്ചസ് ദി ലൈബ്രറി സ്പെസിഫൈഡ് ഫോർ റൂട്ടീൻസ് ദാറ്റ് കണ്ടെയ്ൻ ദി ഡെഫിനിഷൻസ് ഓഫ് ദി സിമ്പിൾസ് ആൻഡ് പ്രോസസ്സസ് ദി സബ് റൂട്ടീൻസ് ഫൗണ്ട് ബൈ ദി സെർച്ച് എക്സാക്ട്ലി ആസ് ഇഫ് ദേ ഹാഡ് ബീൻ പാർട്ട് ഓഫ് ദി പ്രൈമറി ഇൻപുട്ട് സ്ട്രീം. ഓക്കെ. Since the subroutines fetched from a library may themselves contain
external references, the library search process may be repeated. ചില കേസിൽ ഇപ്പോൾ നമ്മൾ കോൾ ചെയ്ത് നമ്മുടെ പ്രോഗ്രാമിനകത്ത് കോൾ ചെയ്ത് ആ സബ് റൂട്ടീനകത്ത് വേറെ സബ് റൂട്ടീന് വേറെ എക്സ്റ്റേണൽ റെഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകേണ്ടി വരും. ദി പ്രോഗ്രാമേഴ്സ് ക്യാൻ ഓവർറൈഡ് ദി സ്റ്റാൻഡേർഡ് സബ് റൂട്ടീൻസ് ഇൻ ദി ലൈബ്രറി ബൈ സപ്ലൈയിങ് ദെയർ ഓൺ റൂട്ടീൻസ്. അപ്പോൾ നമ്മൾ പ്രൊസീജിയർ എങ്ങനെയെന്ന് പറഞ്ഞ് ഫസ്റ്റ് എന്ത് ചെയ്യും, ലോഡറിനകത്ത് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന കുറേ ഫയൽസ് ഉണ്ടായിരിക്കും. ആ ഫയൽസിനകത്ത് ഒന്നിനകത്ത് എന്തായിരിക്കും വേറൊരു ഫയലിനകത്തുള്ള വേറെ കൺട്രോൾ സെക്ഷനകത്തുള്ള സിമ്പിൾസിനൊക്കെ റെഫർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ റിസോൾവ് ചെയ്യാൻ വേണ്ടി പാസ് 1 കഴിയുമ്പോഴേക്ക് എല്ലാ സിമ്പിൾസ് എക്സ്റ്റേണൽ റെഫറൻസും റിസോൾവ്ഡ് ആയിട്ടുണ്ടായിരിക്കും. നമ്മൾ നേരത്തെ അൽഗോരിതമൊക്കെ പഠിച്ചതാണ്. പക്ഷേ ചില സിമ്പിൾസിന് അപ്പോഴും അൺറിസോൾവ്ഡ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇനിയും അൺറിസോൾവ്ഡ് ആയിട്ടുള്ള സിമ്പിൾസിന് എന്ത് ചെയ്യും, സ്റ്റാൻഡേർഡ് ലൈബ്രറിക്കകത്ത് സെർച്ച് ചെയ്യും. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഡെഫിനിഷൻ ആ സബ് റൂട്ടീനോ അല്ലെങ്കിൽ സിമ്പിൾസിൻ്റെയൊക്കെ ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ ലിങ്ക് ചെയ്തിട്ട് അതിൻ്റെ അഡ്രസ്സൊക്കെ എന്ത് ചെയ്യും, ES ടാബിനകത്ത് ആഡ് ചെയ്യും. ലിങ്കിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്യും. ലിങ്കിങ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്യും. ദാറ്റ് സിമ്പിൾസ് വിൽ ബി റിസോൾവ്ഡ്. ആ ഒരു ഓർഡറിലാണ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പം ചില കേസിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റാൻഡേർഡ് സിസ്റ്റം ലൈബ്രറി കണ്ടെയ്ൻസ് എ ഫങ്ഷൻ SQRT എന്നുള്ളൊരു മാത്ത് ലൈബ്രറി ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക അതിനകത്ത്. അപ്പോൾ SQRT എന്നുള്ള ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ അങ്ങനെ ആൾറെഡി ഒരു സ്റ്റാൻഡേർഡ് സിസ്റ്റം ലൈബ്രറിക്കകത്ത് SQRT എന്നുള്ള ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു സബ് റൂട്ടീൻ ഒരു റൂട്ടീൻ ആൾറെഡി പ്രസൻ്റ് ആണ്. അപ്പോൾ യൂസർ എന്ത് ചെയ്യാണ്, പ്രോഗ്രാമർ വേറൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്, സ്വന്തം ഹിസോൺ ലൈബ്രറി SQRTക്ക് വേണ്ടിയിട്ടുള്ള വേറൊരു ഫംഗ്ഷൻ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾ ഒരു മീനിങ് ഫുള്ളായിട്ടുള്ള നെയിമിന് വേണ്ടി സെയിം നെയിം തന്നെ യൂസ് ചെയ്തു, SQRT തന്നെ യൂസ് ചെയ്തു. അയാൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക SQRT ആൾറെഡി സിസ്റ്റം ലൈബ്രറിക്കകത്തുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ കേസിലും പ്രോബ്ലം ഇല്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന, അതായത് യൂസർ ലോഡറിന് കൊടുക്കുന്ന ഇൻപുട്ട് ഓബ്ജക്റ്റ് ഫയൽസിനകത്ത് ഉണ്ടോ നോക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫയൽസിനകത്ത് നോക്കുള്ളൂ. അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ തന്നെ ആൾറെഡി സിമ്പിൾ ടേബിളിനകത്ത് ES ടാബിക്കകത്ത് ES ടാബാണ് നമ്മൾ എക്സ്റ്റേണൽ സിമ്പിൾ ടേബിൾ എന്ന് പറയുന്നത്. അതിനകത്ത് SQRT റിസോൾവ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യില്ല, സ്റ്റാൻഡേർഡ് സിസ്റ്റം ലൈബ്രറിക്കകത്ത് സെർച്ച് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, ആ യൂസറുടെ എഫിഷ്യൻറ്റ് വെർഷൻ തന്നെ വെച്ചിട്ട് റിസോൾവ് ചെയ്യും. അപ്പോൾ ആ പ്രോബ്ലം ഇതിനകത്ത് സോൾവ്ഡ് ആണ്. പ്രോഗ്രാമേഴ്സ് ക്യാൻ ഓവർറൈഡ് ദി സ്റ്റാൻഡേർഡ് സബ് റൂട്ടീൻസ് ഇൻ ദി ലൈബ്രറി ബൈ സപ്ലൈയിങ് ദെയർ ഓൺ റൂട്ടീൻസ് because of there is an order for resolving the external references. Libraries ordinarily contain assembled or compiled versions of subroutines or object programs. Library search by scanning the defined records for all of the object programs on this library is quite inefficient. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഇൻപുട്ട് ഫയൽസ് നമ്മൾ ലോഡറിനകത്ത് കൊടുക്കുന്ന ഇൻപുട്ട് ഫയൽസിനകത്തുള്ള റെഫറൻസ് റെക്കോർഡുകളൊക്കെ കൺസിഡർ ചെയ്യും. എന്നിട്ട് അത് എന്ത് ചെയ്യും, ഈ ES ടാബ് നമ്മൾ എക്സ്റ്റേണൽ സിമ്പിൾ ടേബിൾ അല്ലെങ്കിൽ ES ടാബിനകത്തോട്ട് എൻ്റർ ചെയ്യും. അതിൻ്റെ ഡെഫിനിഷൻ കാണുമ്പോൾ എന്ത് ചെയ്യും, അഡ്രസ് വാല്യൂ ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് റിസോൾവ്ഡ് ആയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി പാസ് 1 കഴിയുമ്പോഴും റിസോൾവ്ഡ് ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, സ്റ്റാൻഡേർഡ് സിസ്റ്റം ലൈബ്രറിക്കകത്തുള്ള ഡിഫൈൻ റെക്കോർഡ്സ് എല്ലാം സെർച്ച് ചെയ്യണം. അപ്പോൾ അതിനകത്ത് എത്ര ഫയൽസ് ഉണ്ടോ അവിടെയൊക്കെ എന്ത് ചെയ്യണം, ഡിഫൈൻ റെക്കോർഡ്സിന് വേണ്ടി സെർച്ച് ചെയ്യും. അപ്പോൾ അതിനകത്ത് ഡെഫിനിഷനൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അപ്പോൾ അതിനെ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയുള്ള സൊല്യൂഷനാണ് എന്ത് ചെയ്യുന്നത്, there will be a special file structure is used for the libraries and this structure contains a directory that gives the name of each routine and a pointer to its address within the file. അപ്പോൾ അങ്ങനെ ഒരു ഡയറക്ടറി സ്ട്രക്ചർ യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു മെഷീൻ ഇൻഡിപെൻഡൻറ്റ് ലോഡർ ഫീച്ചറാണ് ലോഡർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട്. മെനി ലോഡേഴ്സ് ഹാവ് എ സ്പെഷ്യൽ കമാൻഡ് ലാംഗ്വേജ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ ഓപ്ഷൻസ്, എ സെപ്പറേറ്റ് ഇൻപുട്ട് ഫയൽ ടു ദി ലോഡർ ദാറ്റ് കണ്ടെയ്ൻ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എംബഡഡ് ഇൻ ദി primary input stream between object programs. Control statements are included in the source program and the assembler or compiler retains these commands as a part of the object program.
ലോഡർ ഓപ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയാണ്. ലോഡിങ്ങിൻ്റെ സമയത്ത് ആ ലോഡിങ്ങിന് ഒരു നോർമൽ പ്രൊസീജിയർ ഉണ്ടായിരിക്കും. ആ പ്രൊസീജിയറിന് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചെറിയ ചേഞ്ചസ് വരുത്താം. നോർമൽ അൽഗോരിതം അല്ലെങ്കിൽ നോർമൽ ഒരു സീക്വൻസ് ഉണ്ടായിരിക്കും. ആ നോർമൽ സീക്വൻസിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കുറേ കമാൻഡ്സ് വെച്ചിട്ട് അതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് ഫയലായിട്ട് ലോഡറിൻ്റെ കൂടെ, ലോഡറിന് ഇൻപുട്ടായിട്ട് എന്തൊക്കെയാണ് കൊടുക്കുന്നത്, നമ്മൾ ഒബ്ജക്റ്റ് ഫയൽസാണ് കൊടുക്കുന്നതല്ലേ. അസ്യൂം ദാറ്റ് ദിസ് ഈസ് അവർ ലോഡർ. അപ്പോൾ ലോഡറിന് നമ്മൾ ഇൻപുട്ടായിട്ട് നോർമലി കൊടുക്കുന്നത് എന്തായിരിക്കും, വി വിൽ ഗീവ് എ നമ്പർ ഓഫ് ഒബ്ജക്റ്റ് ഫയൽസ്. കുറേ ഒബ്ജക്റ്റ് ഫയൽസിനാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ സപ്ലൈ എ സ്പെഷ്യൽ ഫയൽ കണ്ടെയ്നിങ് സം കമാൻഡ്സ് ടു, അതായത് കുറച്ച് കമാൻഡ്സ് ഒക്കെ ഉള്ളൊരു ഫയൽ, അതിനകത്ത് ലോഡർ ഓപ്ഷൻ കൊടുക്കാം. അതാണ് ഒരു രീതി എന്ന് പറയുന്നത്, സെപ്പറേറ്റ് ഇൻപുട്ട് ഫയൽ ടു ദി ലോഡർ ദാറ്റ് കണ്ടെയ്ൻ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എംബഡഡ് ഇൻ ദി പ്രൈമറി ഇൻപുട്ട് സ്ട്രീം ബിറ്റ്വീൻ ഒബ്ജക്റ്റ് പ്രോഗ്രാംസ്. അപ്പോൾ നമുക്ക് ഈ ഒബ്ജക്റ്റ് ഫയലിനകത്ത് തന്നെ എന്ത് ചെയ്യാം, എംബഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒബ്ജക്റ്റ് ഫയൽ ഇപ്പോൾ ചില കേസിൽ എന്തായിരിക്കും, ഒരു ഫയലിനകത്ത് തന്നെ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇൻ ബിറ്റ്വീനൊക്കെ എന്ത് ചെയ്ത് കൊടുക്കാം, നമുക്ക് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എംബഡ് ചെയ്ത് കൊടുക്കാം. വേറെ കേസ് എന്താ വെച്ചാൽ പ്രോഗ്രാമർക്ക് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യാം, സോഴ്സ് കോഡിനകത്ത് ചില കമാൻഡ്സുകൾ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അസംബിൾ ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമാൻഡ് ഒബ്ജക്റ്റ് ഫയലിനകത്ത് അസംബ്ലർ ഓട്ടോമാറ്റിക്കലി ഇൻസേർട്ട് ചെയ്തോളും, അത് ലോഡറിനകത്തോട്ട് പൊക്കോളും. അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾ സി പ്രോഗ്രാമിൻ്റെ കേസിലൊക്കെയാണെങ്കിൽ ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവിടെ ഹാഷ് ഇൻക്ലൂഡ് എന്നുള്ളത് ശരിക്കും എന്താണ്, അതൊരു ലോഡറിനുള്ള കമാൻഡ് പോലെയാണ്. അതായത് ലിങ്കിങ് ടൈമിലൊക്കെ എന്ത് ചെയ്യുക, stdio.h എന്നുള്ള ലൈബ്രറിയും കൂടി അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാമെന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ചില വി ക്യാൻ കൺസിഡർ സം എക്സാമ്പിൾസ്. കോമൺ ലോഡർ ഓപ്ഷൻസ് കമാൻഡ് ലാംഗ്വേജ്, സ്പെസിഫൈയിങ് ആൾട്ടർനേറ്റീവ് സോഴ്സസ് ഓഫ് ഇൻപുട്ട്. So include program name, library name. Directly the loader to read the designated object program specified as a part of the input program. അപ്പോൾ ഇൻക്ലൂഡ് എന്നുള്ള കമാൻഡ് വെച്ചിട്ട് നമുക്ക് ലോഡറിന് എന്ത് ചെയ്യാം, കമാൻഡ് കൊടുക്കാം അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. അപ്പോൾ നോർമലി ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സ്റ്റാൻഡേർഡ് ലൈബ്രറിയിലാണ് സെർച്ച് ചെയ്യുന്നത്. ഫസ്റ്റ് അവിടെ നിന്നായിരിക്കും സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഓക്കെ, അതൊരു കേസ്. ഇവിടെ ഇൻക്ലൂഡ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, നമുക്കൊരു ഓൾറെഡി ഒരു ലൈബ്രറി ഉണ്ട്. അപ്പോൾ ആ ലൈബ്രറിയിലുള്ള ഒരു പ്രോഗ്രാമിനെ കൂടി നമുക്ക് എന്ത് ചെയ്യണം, പ്രോഗ്രാമിന് നമ്മുടെ പ്രോഗ്രാമിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഇൻക്ലൂഡ് പ്രോഗ്രാം നെയിം ബ്രാക്കറ്റിൽ ലൈബ്രറി നെയിം കൊടുക്കുക. അപ്പോൾ ആ ലൈബ്രറിക്കകത്തുള്ള ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിനെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ കൂടെ എന്ത് ചെയ്തോളും, കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഡയറക്റ്റ് ഇതിൽ ഓർഡർ ടു റീഡ് ദി ഡെസിഗ്നേറ്റഡ് ഒബ്ജക്റ്റ് പ്രോഗ്രാം specified as a part of the input program. Then changing or deleting external references. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഡിലീറ്റ്. അതിൻ്റെ കൂടെ കൺട്രോൾ സെക്ഷൻ നെയിമാണ് യൂസ് ചെയ്യുന്നത്. ഡിലീറ്റ് ദി നെയിംഡ് കൺട്രോൾ സെക്ഷൻ ഫ്രം ദി പ്രോഗ്രാം ലോഡഡ് വെൻ നോട്ട് യൂസ്ഡ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യപ്പെടെ വരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചില കേസിൽ നമ്മൾ കുറേ കൺട്രോൾ സെക്ഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ കൺട്രോൾ സെക്ഷൻസ് എല്ലാം കൂടി എന്താണ്, ഒറ്റ ഫയലിലാണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ഓബ്ജക്റ്റ് ഫയൽസും ഒരു ഒബ്ജക്റ്റ് ഫയൽ കിട്ടിയെന്ന് വിചാരിക്കും. ഈ ഒബ്ജക്റ്റ് ഫയലിനകത്ത് മൾട്ടിപ്പിൾ കൺട്രോൾ സെക്ഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് പ്രോഗ്രാം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം ഉണ്ടായിരുന്നു അല്ലെ, റീഡ് ചെയ്യാനും അതുപോലെ ഒരു റെക്കോർഡ്സ് റീഡ് ചെയ്യുക, റൈറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കോപ്പി എന്നുള്ള പ്രോഗ്രാം. അപ്പോൾ അസ്യൂം ദാറ്റ് പ്രോഗ്രാം ഈസ് റിട്ടൺ വിത്തിൻ എ സിംഗിൾ ഫയൽ. അപ്പോൾ അതിനകത്തുള്ള എല്ലാ ഒബ്ജക്റ്റ് നമ്മൾ എല്ലാ കൺട്രോൾ സെക്ഷനും ഒരൊറ്റ ഫയലാണ് ഉണ്ടായിരുന്നു വിചാരിക്കുക. അപ്പോൾ അതിനെ അസംബിൾ ചെയ്തപ്പോൾ നമുക്കൊരൊറ്റ ഒബ്ജക്റ്റ് ഫയലാണ് കിട്ടിയത്. പക്ഷേ അതിനകത്ത് ഓരോ കൺട്രോൾ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ദീസ് ആർ ദി, ഇത് കോപ്പി എന്നുള്ള പാർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഫയൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് പ്രോഗ്രാം. ആൻഡ് ദിസ് ഈസ് ദി ഒബ്ജക്റ്റ് പ്രോഗ്രാം കറസ്പോണ്ടിങ് ടു RD record. This is the write record. അപ്പം ഇതിൻ്റെ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ഒറ്റ ഫയലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പക്ഷേ നമുക്ക് സെപ്പറേറ്റ് കൺട്രോൾ സെക്ഷൻ ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ഒന്നിച്ച് അസംബിൾ ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഒരൊറ്റ ഫയലായിട്ട് തന്നെ ഇതിൻ്റെ ഓബ്ജക്റ്റ് പ്രോഗ്രാംസ് കിട്ടി.
അപ്പോൾ ഈ 3 കൺട്രോൾ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് പ്രോഗ്രാംസും ഒരൊറ്റ ഫയലിലാണുള്ളതെന്ന് അസ്യൂം ചെയ്യാം. നേരത്തെ ചെയ്തു വെച്ചതാണ്. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം ആവശ്യമില്ല എന്ന് വിചാരിക്കാം. ഈ RD റെക്കോർഡും റൈറ്റ് റെക്കോർഡും ആവശ്യമില്ല. പകരം നമുക്ക് വേറെ റൂട്ടീനാണ് അവിടെ ആഡ് ചെയ്യേണ്ടത്, അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു കറണ്ട് എക്സിക്യൂഷൻ്റെ കേസിൽ അതൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അതിനെന്ത് ചെയ്യണം, ഈ ഒബ്ജക്റ്റ് ഫയൽ ഒറ്റ ഫയലിനകത്ത് ഇതെല്ലാം കൂടി ഉണ്ട്. അതിനകത്ത് നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത കൺട്രോൾ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഗ്രാംസിനെ ഡിലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക ലോഡ് ടൈമിൽ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഡിലീറ്റ് കൺട്രോൾ സെക്ഷൻ നെയിം എന്ന് വിളിക്കാം. അപ്പോൾ ഡിലീറ്റ് ദി നെയിംഡ് കൺട്രോൾ സെക്ഷൻ ഫ്രം ദി പ്രോഗ്രാം ലോഡഡ് വെൻ നോട്ട് യൂസ്ഡ്. പിന്നെ വേറെ കേസിലാണ് ചേഞ്ച് കമാൻഡ്. ചേഞ്ച് കമാൻഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്റ്റേണൽ സിമ്പലിൻ്റെ പേര് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതായത് ചേഞ്ച് നെയിം 1 ടു നെയിം 2. അപ്പോൾ നമ്മുടെ ഒരു പ്രോഗ്രാമിനകത്ത് ഒരു എക്സ്റ്റേണൽ റെഫറൻസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു കേസ് കോപ്പിയുടെ കേസ് തന്നെ എടുക്കുക. ഇവിടെ എന്താണ്, ഇവിടെ ഒരു റീഡ് റെക്കോർഡ് REC എന്ന് പറഞ്ഞ് കോൾ ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിലായിട്ട് അത് കോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ RD റെക്കോർഡിനെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. പകരം നമ്മൾ പുതിയൊരു പ്രോഗ്രാമാണ് ഉള്ളതെന്ന് വിചാരിക്കുക. എക്സാമ്പിൾ റീഡ് എന്നുള്ളൊരു പ്രോഗ്രാം വേറെ ഉണ്ട് നമുക്ക്. അതുപോലെ ഇതിന് റൈറ്റ് എന്നുള്ള വേറൊരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഇതിനകത്ത് ഈ കോപ്പി മെയിനകത്ത് എവിടേക്ക് RD റെക്കോർഡ് വരുന്നു അവിടേക്ക് നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം, റീഡ് വെച്ച് റീപ്ലേസ് ചെയ്യണം. എവിടേക്ക് WR റെക്കോർഡ് വരുന്നു അവിടേക്ക് നമുക്ക് എന്ത് ചെയ്യണം, റൈറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ മെയിൻ പ്രോഗ്രാമിനകത്ത് കോൾ ചെയ്യുന്ന സ്ഥലത്തൊക്കെ എന്ത് ചെയ്യണം, RD റെക്കോർഡിന് പകരം റീഡ് വേണം, റൈറ്റ് റെക്കോർഡിന് പകരം റൈറ്റ് വേണം. അപ്പോൾ അങ്ങനെ ആ പേര് ഇവിടെ മെയിനകത്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി, അതായത് നമ്മൾ സോഴ്സ് കോഡിലല്ല ചെയ്യുന്നത്, ഒബ്ജക്റ്റ് ഫയലിനകത്ത് ലോഡിംഗ് ടൈമിൽ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് വീണ്ടും അസംബിൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, സോഴ്സ് കോഡിനകത്ത് ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും അസംബിൾ ചെയ്താൽ മതി. പക്ഷേ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താണ് സോഴ്സ് കോഡ് അവൈലബിൾ അല്ല, അസംബിൾഡ് പ്രോഗ്രാം മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് എന്താണ് ഈ റീഡിന് പകരം RD റെക്കോർഡിന് പകരം അതുപോലെ WR റെക്കോർഡിന് പകരം എന്താണ് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള വേറെ റൂട്ടീൻ സബ് റൂട്ടീൻ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, മെയിനകത്ത് ഈ മെയിൻ ഒബ്ജക്റ്റ് ഫയലിനകത്ത് ചേഞ്ച് വരുത്താൻ വേണ്ടിയുള്ള ഈസി മെത്തേഡാണ് എന്ത്, ചേഞ്ച് നെയിം 1 നെയിം 2. ചേഞ്ച് ദി എക്സ്റ്റേണൽ സിമ്പൽ നെയിം 1 ടു നെയിം 2 അപ്പിയർഡ് ഇൻ ദി ഒബ്ജക്റ്റ് പ്രോഗ്രാം. അപ്പോൾ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ ഈ ഒരു കേസ് തന്നെ, നേരത്തെ നമ്മൾ പറഞ്ഞ കേസ്. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ കേസൊക്കെ കൺസിഡർ ചെയ്തിരുന്നില്ലേ, ഫിഗർ 2.15 ടെക്സ്റ്റ് ബുക്കിനകത്ത്. അതിനകത്ത് നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റ് ഫയൽ അസംബിൾ ചെയ്ത് കിട്ടിയ ഒബ്ജക്റ്റ് ഫയലിനകത്ത് സോഴ്സ് കോഡും ഒരൊറ്റ ഫയലിലായിരുന്നു. അപ്പോൾ നമുക്കതിനകത്ത് കുറേ കൺട്രോൾ സെക്ഷൻസ് ഉണ്ട്. ഒരു കൺട്രോൾ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, മെയിൻ പ്രോഗ്രാം നമ്മുടെ കോപ്പി എന്നുള്ള പ്രോഗ്രാമാണെന്ന് വിചാരിക്കുക. വേറൊരു കൺട്രോൾ സെക്ഷൻ എന്നുള്ളത് എന്തായിരുന്നു, RD റെക്കോർഡ് എന്നായിരുന്നു. വേറൊരു കൺട്രോൾ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, റൈറ്റ് റെക്കോർഡ്. ഇങ്ങനെയായിരുന്നു നമ്മുടെ ഒബ്ജക്റ്റ് ഫയൽ. ഇതാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റ് ഫയൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇതൊക്കെ ഒരു ഒബ്ജക്റ്റ് പ്രോഗ്രാമാണെന്ന് വിചാരിക്കുക. ഒബ്ജക്റ്റ് പ്രോഗ്രാം 1, ഒബ്ജക്റ്റ് പ്രോഗ്രാം 2, ഒബ്ജക്റ്റ് പ്രോഗ്രാം 3. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ഈ RD റെക്കോർഡിനെയൊക്കെ കോൾ ചെയ്യുന്നുണ്ട്. മെയിൻ പ്രോഗ്രാമിനകത്ത് നിന്ന് RD റെക്കോർഡിനെ കോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ റൈറ്റ് റെക്കോർഡിനെയൊക്കെ കോൾ ചെയ്യുന്നുണ്ട്. നമ്മൾ JSub ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അതിൽ കോൾ ചെയ്തിരുന്നത്. അങ്ങനെയാണുള്ളത്. പക്ഷേ നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള 2 റൂട്ടീൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ RD റെക്കോർഡിനും WR റെക്കിനും പകരം നമുക്ക് എന്തുണ്ട്, ഒരു റീഡ് എന്ന് പറഞ്ഞിട്ടും അതുപോലെ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് 2 പ്രോഗ്രാംസ് ഉണ്ട്. ഈ പ്രോഗ്രാംസ് അവൈലബിൾ ആയിട്ടുള്ളത് എവിടെയാണ്, യൂട്ട് ലിബ് എന്നുള്ള ലൈബ്രറിക്കകത്താണ് അത് രണ്ടും അവൈലബിൾ ആയിട്ടുള്ളത്. യൂട്ടിലിറ്റി ലൈബ്രറി എന്നുള്ള മീനിങ്ങിലാണ്. യൂട്ട് ലിബ് എന്നുള്ള ലൈബ്രറിക്കകത്ത് റൈറ്റ് റീഡ് എന്ന് പറഞ്ഞ് ഇതേ ഫംഗ്ഷൻ ചെയ്യുന്ന വേറെ 2 റൂട്ടീൻസ് അവൈലബിൾ ആണ്. അത് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒബ്ജക്റ്റ് ഫയലിൻ്റെ എന്ത് ചെയ്യണം, ഈ RD റെക്കോർഡിനെയും റൈറ്റ് റെക്കോർഡിനെയും ഡിലീറ്റ് ചെയ്ത് കളയണം. പകരം എന്ത് ചെയ്യണം, റീഡിനെയും റൈറ്റിനെയും ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ. പിന്നെന്ത് ചെയ്യണം, ഈ മെയിൻ പ്രോഗ്രാമിനകത്ത് ഇപ്പോൾ റീഡിനെ റൈറ്റിനെയൊക്കെ ആയിരിക്കും ഇൻവോക്ക് ചെയ്യുന്നത്, കോൾ ചെയ്യുന്നത്.
അപ്പോൾ അവിടെ ആർ ഡി റെക്കോർഡ് വരുന്ന സ്ഥലത്ത് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം? റീഡ് വെച്ച് റീപ്ലേസ് ചെയ്യണം. റൈറ്റ് റെക്കോർഡ് വരുന്ന സ്ഥലത്ത് റൈറ്റ് വെച്ചിട്ടും റീപ്ലേസ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം? സോഴ്സ് കോഡിനകത്ത് ചേഞ്ച് വരുത്താം. അപ്പോൾ വീണ്ടും നമ്മളതിനെ റീഅസംബിൾ ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഒബ്ജക്റ്റ് ഫയലിനകത്ത് ചേഞ്ച് വരുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ലോഡ് ടൈമിൽ ഒബ്ജക്റ്റ് ഫയലിനകത്ത് നമ്മൾ എഡിറ്റ് ചെയ്യുന്നൊന്നുമില്ല. ലോഡ് ടൈമിൽ എന്ത് ചെയ്യണം? ലോഡറിന് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. അപ്പോൾ അത് ലോഡർ എന്ത് ചെയ്തോളും? ഒബ്ജക്റ്റ് ഫയലിനകത്ത് ഈ ലോഡിങ് ലിങ്കിങ്ങിൻ്റെ സമയത്ത് ഒബ്ജക്റ്റ് ഫയലിനകത്ത് ചേഞ്ച് വരുത്തണം. അതിനുവേണ്ടി ലോഡറിന് കമാൻഡ് കൊടുക്കുക. അതാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഒന്ന് ഇൻക്ലൂഡ് റീഡ് യൂട്ടിലബ്. ഇൻക്ലൂഡ് റീഡ് യൂട്ടിലിബ് എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി ലൈബ്രറിയിലുള്ള റീഡ് എന്നുള്ള ഫംഗ്ഷനെ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ എന്തും കൂടി വരും? റീഡ് എന്നുള്ളത് ഈ ഒബ്ജക്റ്റ് ഫയലിൻ്റെ കൂടെ ഇൻക്ലൂഡായി ഫ്രം ദിസ് ലൈബ്രറി. പിന്നെന്ത് ചെയ്തു? ഇൻക്ലൂഡ് റൈറ്റ് സബ് റൂട്ടീൻ ഫ്രം യൂട്ടിലിറ്റി ലൈബ്രറി. യൂട്ടിലിറ്റി ലൈബ്രറിയിൽ നിന്ന് റൈറ്റ് എന്നുള്ള സബ് റൂട്ടീനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ റൈറ്റ് എന്നുള്ളത് എന്തായി? ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, റൈറ്റിനെയും ഇൻക്ലൂഡ് ചെയ്തു. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ഡിലീറ്റ് ആർ ഡി റെക്കോർഡ് ആൻഡ് റൈറ്റ് റെക്കോർഡ്. അതായത് ഇതിനെ ഡിലീറ്റ് ചെയ്യണം, ഇതിനെയും ഡിലീറ്റ് ചെയ്യണം ഫ്രം അവർ പ്രോഗ്രാം, ഒബ്ജക്റ്റ് പ്രോഗ്രാം. ഓക്കെ, ദെൻ next is okay, next we have to change the symbols or the RD record and RD record with or replace or rename this RD record with read and rename or change WR record with write or replace. അപ്പോൾ ഈ പേരുകളിവിടെ മാറ്റണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആർ ഡി റെക്കോർഡിനെ ചേഞ്ച് ചെയ്തിട്ട് എന്താക്കി? റീഡ് എന്നുള്ള സംഭവമാക്കി. റൈറ്റ് റെക്കോർഡിനെ ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്തു? റൈറ്റ് എന്നുള്ള പേര് കൊടുത്തു. അപ്പോൾ അതിനുള്ള കമാൻഡാണ് ചേഞ്ച് എന്നുള്ള സംഭവങ്ങൾ. ഇത്രയും കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു? ഈ നമ്മുടെ ഈ ഒബ്ജക്റ്റ് പ്രോഗ്രാമിനകത്ത് മെയിൻ കോപ്പി ഉണ്ട്. പിന്നെ എന്ത് ചെയ്തു? റീഡ് റൈറ്റ് എന്നുള്ള സബ് റൂട്ടീൻസ് അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫ്രം ദിസ് ലൈബ്രറി, യൂട്ടിലിറ്റി ലൈബ്രറി. ദെൻ കോപ്പി എന്നുള്ള ഈ മെയിനകത്ത് എന്ത് ചെയ്തു? ആർ ഡി റെക്കോർഡ് എന്നുള്ള സിമ്പൽ ആ പേരിനെ മാറ്റിയിട്ട് റീഡാക്കി. റൈറ്റ് റെക്കോർഡിനെ കോൾ ചെയ്യുന്ന സ്ഥലത്ത് അത് മാറ്റിയിട്ട് റൈറ്റ് ആക്കി. ഓക്കെ, ദെൻ അനദർ യൂസ് ഈസ് യൂസർ സ്പെസിഫൈഡ് ലൈബ്രറീസ് ആർ നോർമലി സെർച്ച്ഡ് ബിഫോർ ദി സ്റ്റാൻഡേർഡ് സിസ്റ്റം ലൈബ്രറി. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നോർമൽ കേസിൽ എന്തായിരുന്നു? ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ചിൻ്റെ കേസിലാണെങ്കിലും ആദ്യം എന്താ ചെയ്യുന്നത്? നമ്മൾ ഇൻപുട്ട് ഫയൽസിനകത്ത് ഉണ്ടോ നോക്കും. ഇൻപുട്ട് അതായത് ലോഡറിനകത്ത് കൊടുക്കുന്ന ഇൻപുട്ട് ഒബ്ജക്റ്റ് ഫയലിനകത്ത് ഈ സിമ്പിൾസിൻ്റെ എല്ലാം ഡെഫിനിഷൻ ഉണ്ടോ നോക്കും. എക്സ്റ്റേണൽ റെഫറൻസുകളുടെ ഡെഫിനിഷൻ ഉണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? നമ്മൾ ES ടാബിനകത്തോട്ടൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കും. അതിലില്ലെങ്കിൽ പിന്നെ ചെയ്യുന്നത് എന്തായിരുന്നു? സിസ്റ്റം ലൈബ്രറി, സ്റ്റാൻഡേർഡ് സിസ്റ്റം ലൈബ്രറിക്കകത്ത് സെർച്ച് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസർക്ക് വേറെ ലൈബ്രറി സ്പെസിഫൈ ചെയ്യാം. അതിനകത്ത് ഫസ്റ്റ് സെർച്ച് ചെയ്യാൻ വേണ്ടി ഈ സ്റ്റാൻഡേർഡ് സിസ്റ്റം ലൈബ്രറിക്കകത്ത് സെർച്ച് ചെയ്യുന്നതിന് മുമ്പ് വേറൊരു പർട്ടിക്കുലർ ലൈബ്രറിക്കകത്ത് സെർച്ച് ചെയ്യാൻ വേണ്ടി യൂസർക്ക് യൂസർക്ക് ലോഡറിനകത്തോട്ടൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ് എന്ത്? ലൈബ്രറി എന്നുള്ള കമാൻഡ്. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ലൈബ്രറി മൈലിബ്. ഇവിടെ നമുക്ക് ഏത് ലൈബ്രറി നെയിമും കൊടുക്കാം. ഈ ലൈബ്രറി എന്നുള്ളതാണ് കമാൻഡ്. അപ്പം സ്റ്റാൻഡേർഡ് സിസ്റ്റം ലൈബ്രറിക്കകത്ത് സെർച്ച് ചെയ്യുന്നതിന് മുമ്പ് ഈ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ലൈബ്രറിക്കകത്ത് സെർച്ച് ചെയ്യും. എന്നിട്ടായിരിക്കും സ്റ്റാൻഡേർഡ് സിസ്റ്റം ലൈബ്രറിയിലോട്ട് പോകുന്നത്. ഓക്കെ, ദെൻ വേറൊരു ഓപ്ഷൻ എന്നുള്ളത് സ്പെസിഫൈ ദാറ്റ് നോ എക്സ്റ്റേണൽ റെഫറൻസസ് ബി റിസോൾവ്ഡ് ബൈ ലൈബ്രറി സെർച്ച്. ദെൻ സ്പെസിഫൈ ദി ലൊക്കേഷൻ അറ്റ് വിച്ച് എക്സിക്യൂഷൻ ഈസ് ടു ബെഗിൻ. ഓക്കെ, ഇത് സ്പെസിഫൈ ദാറ്റ് നോ എക്സ്റ്റേണൽ റെഫറൻസ് ബി റിസോൾവ്ഡ് ബൈ ലൈബ്രറി സെർച്ച്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച് സപ്പോർട്ട് ചെയ്യുന്ന ലോഡർ ആണെങ്കിൽ ഒരു സിമ്പിൾ നമ്മൾ കൊടുത്ത ഇൻപുട്ട് ഫയൽസിനകത്തില്ല, ഇൻപുട്ട് ഒബ്ജക്റ്റ് ഫയൽസിനകത്ത് ഇല്ലെങ്കിൽ സിസ്റ്റം ലൈബ്രറിക്കകത്ത് സെർച്ച് ചെയ്തിട്ട് റിസോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യും. അപ്പോൾ നമുക്ക് ചില കേസിൽ ഇപ്പോൾ എന്ത് ചെയ്യേണ്ട, ചില സിമ്പിൾസിനെ അല്ലെങ്കിൽ എക്സ്റ്റേണൽ റെഫറൻസിനെ ചില കേസിൽ എന്ത് ചെയ്യേണ്ടില്ല, റിസോൾവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം ഓരോ ടൈമിലും യൂസർ ഇപ്പോൾ ഒരു മെനു ഡ്രിവൺ പ്രോഗ്രാമാണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ യൂസർ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ സമയത്ത് യൂസർക്ക് അറിയാം എന്താണ് ഇത്രയും സംഭവങ്ങൾ എക്സ്റ്റേണൽ റെഫറൻസ് വേണ്ടി വരുന്ന റൂട്ടീൻസിനെ കോൾ ചെയ്യുന്നില്ല.
അങ്ങനെയാണെങ്കിൽ ആ കേസിൽ വെറുതെ എന്ത് ചെയ്യേണ്ട, ഈ എക്സ്റ്റേണൽ സിമ്പിൾസിനൊക്കെ റിസോൾവ് ചെയ്തിട്ട് മെമ്മറി സ്പേസ് ഒന്നും കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ലോഡറിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റും, ദാറ്റ് നോ എക്സ്റ്റേണൽ റെഫറൻസ് ബി റിസോൾവ്ഡ് ബൈ ലൈബ്രറി സെർച്ച് എന്ന് പറഞ്ഞിട്ട് അതിനൊരു കമാൻഡ് കൊടുക്കാം. അപ്പോൾ അതുപോലെ വേറെ കേസ് സ്പെസിഫൈ ദി ലൊക്കേഷൻ അറ്റ് വിച്ച് എക്സിക്യൂഷൻ ഈസ് ടു ബിഗിൻ. നമുക്ക് പ്രോഗ്രാമിനകത്ത് തന്നെ ആൾറെഡി ഒരു നിങ്ങൾ എൻഡ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെയൊക്കെ എവിടെ നിന്ന് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള അഡ്രസ്സ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും പ്രോഗ്രാമിനകത്ത്. അതിന് ഓവർ റൈഡ് ചെയ്തിട്ട് നമുക്ക് പുതുതായിട്ട് വേറെ സ്ഥലത്ത് നിന്ന് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ അത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കമാൻഡ് കൊടുക്കാം. ദെൻ കൺട്രോൾ വെദർ ഓർ നോട്ട് ദി ലോഡർ ഷുഡ് അറ്റംപ്റ്റ്സ് ടു എക്സിക്യൂട്ട് ദി പ്രോഗ്രാം ഇഫ് എറേഴ്സ് ആർ ഡിറ്റക്റ്റഡ് ഡ്യൂറിങ് ദി ലോഡ്. പിന്നെ വേറെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ എക്സ്റ്റേണൽ റെഫറൻസിനെ റിസോൾവ് ചെയ്യാൻ ട്രൈ ചെയ്തപ്പോൾ ആൾറെഡി ലോഡറിനകത്ത് സപ്ലൈ ചെയ്ത ഓബ്ജക്റ്റ് ഫയൽസിനകത്ത് ഉണ്ടോ നോക്കി, അവിടെയില്ല. പിന്നെ യൂസർ സ്പെസിഫൈ ചെയ്ത വേറെ ലൈബ്രറിക്കകത്തുണ്ടോ നോക്കി, അവിടെയും ഇല്ല. സ്റ്റാൻഡേർഡ് സിസ്റ്റം ലൈബ്രറിക്കകത്തും ഇല്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനകത്തൊരു എറർ ഉണ്ടായിരിക്കും, ആ സിമ്പിൾ നോട്ട് റിസോൾവ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എന്നാലും അതിനെ എക്സിക്യൂട്ട് ചെയ്യണം, ഫോഴ്സ്ഫുള്ളി എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആവശ്യപ്പെടാൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞു ഒരു മെനു ഡ്രിവൺ പ്രോഗ്രാമിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ചില കേസ് ഇപ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല, ചില കേസ് മാത്രമായിരിക്കും യൂസർ എക്സിക്യൂട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അത് റിസോൾവ് ചെയ്തില്ലെങ്കിൽ പോലും ബാക്കിയുള്ള പാർട്ട് എക്സിക്യൂട്ട് ചെയ്താലും മതിയാവും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്കത് യൂസ് ചെയ്യാം. ആൻഡ് സ്പെസിഫൈ ദാറ്റ് സം എക്സ്റ്റേണൽ റെഫറൻസസ് നോട്ട് ടു ബി റിസോൾവ്ഡ്. ഇതും അതുപോലുള്ളൊരു കേസാണ്. അതായത് ചില എക്സ്റ്റേണൽ റെഫറൻസ് ഇപ്പോൾ റിസോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയാം. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂസർ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന കേസിൽ അതിപ്പോൾ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നോ കോൾ ദാറ്റ് പർട്ടിക്കുലർ നെയിം. ഇഫ് ഇറ്റ് ഈസ് നോൺ ദാറ്റ് ദി സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഈസ് നോട്ട് ടു ബി പെർഫോംഡ് ഇൻ ദിസ് പർട്ടിക്കുലർ എക്സിക്യൂഷൻ, നോ കോൾ std-dev plot coral. അതായത് ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിനുള്ള സബ് റൂട്ടീൻസാണെന്ന് വിചാരിക്കുക, std-dev പ്ലോട്ട് കോറൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഈ പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇതൊന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല എന്ന് ആൾറെഡി അറിയാമെന്ന് വിചാരിക്കുക. അങ്ങനെ അപ്പോൾ അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വെറുതെ എന്തായിരിക്കും, അതിനെയും കൂടി ലിങ്ക് ചെയ്യുകയാണെങ്കിൽ അത്രയും സ്പേസൊക്കെ എക്സ്ട്രാ വേണ്ടി വരും, മെമ്മറി സ്പേസ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡറിനകത്തൊരു കമാൻഡ് കൊടുക്കാം, നോ കോൾ ടു std-dev plot coral. അപ്പോൾ ഇതിൻ്റെ കൂടെ ലിങ്ക് ചെയ്യില്ല. External references are to remain unresolved but force the program to execute. This avoids the overhead of loading and linking the unneeded routines and saves the memory space that would otherwise be required. പിന്നെ വേറൊരു ഓപ്ഷനാണ് ഔട്ട്പുട്ട് ഫ്രം ദി ലോഡർ. ഇപ്പോൾ ഈ ലോഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്കിപ്പോൾ അതായത് നമ്മൾ ഡീബഗിങ് പർപ്പസ് അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ്ഫുൾ ആവുന്നത്. എവിടെയാണ് ലോഡ് ചെയ്തത്, ഓരോ സിമ്പിൾസിനും കൊടുത്ത അഡ്രസ്സുകൾ എന്തൊക്കെയാണ്, ഓരോ കൺട്രോൾ സെക്ഷനും ഉള്ള അഡ്രസ്സുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പറയാം. നമ്മൾ ലോഡ് മാപ്പ് എന്ന് പറയും അതിന്. അതായത് ഔട്ട്പുട്ട്സ് ഫ്രം ദി ലോഡർ സ്പെസിഫൈഡ് ആസ് ദി ഓപ്ഷൻ ഓഫ് കമാൻഡ് ലാംഗ്വേജ് ലോഡ് മാപ്പ്, കൺട്രോൾ സെക്ഷൻ നെയിം അഡ്രസ്സസ്, എക്സ്റ്റേണൽ സിമ്പിൾ അഡ്രസ്സസ്, ക്രോസ് റെഫറൻസ് ടേബിൾ ദാറ്റ് ഷോസ് ദി റെഫറൻസസ് ടു ഈച്ച് എക്സ്റ്റേണൽ സിമ്പിൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ എല്ലാം നമ്മൾ ലോഡ് മാപ്പ് എന്ന് പറയും. ഈ ലോഡ് മാപ്പ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യാം, ചില കമാൻഡ്സൊക്കെ ലോഡറിന് സപ്ലൈ ചെയ്യാൻ പറ്റും ഇൻപുട്ടായിട്ട് നോർമൽ ഫയൽസിൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ മെഷീൻ ഇൻഡിപെൻഡൻറ്റ് ലോഡർ ഫീച്ചേഴ്സിനകത്ത് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ലോഡർ ഡിസൈൻ ഓപ്ഷൻസ് ആണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.